വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. പാകിസ്ഥാൻ എപ്പോഴും അകപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോഴും അകപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇത്തവണ പാക് അധീന കശ്മീരിലെ റാവൽകോട്ടിലാണ് ചാവേർ ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് താലിബാന്റെ വക. അതും മിലിറ്ററി പോസ്റ്റുകൾക്ക് നേരെയാണ് ഇതുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. ആക്ച്വലി ഈ തെഹ്രീക്കെ താലിബാനെ അടിച്ചമർത്താനായിട്ട് പാകിസ്ഥാൻ കുറെ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവർ ഈ പാക് അധീന കശ്മീരിലോട്ട് ഇപ്പൊ കയറിയിട്ടുണ്ട്. ഖൈബർ പക്തൂൺഖ്വ മേഖലയിൽ വസീറിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് 22 പേർക്കെതിരെ അവിടെ ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. കുട്ടികളടക്കമുണ്ട് അതിനകത്ത്. രണ്ടാമത്തെ കാര്യം, അതിന്റെ കൂട്ടത്തിലാണ് ഇവിടെ, അതായത് ഒരേ സമയം പല സ്ഥലത്താണ് ഇവരുടെ ആക്രമണം ഇപ്പൊ നടക്കുന്നത്. ഈ പാക് അധീന കശ്മീരിനകത്ത് ഇവർ ശക്തി പ്രാപിക്കുന്നുണ്ട്. തെഹ്രീക്കെ താലിബാൻ അവർ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നുണ്ട്. മിലിറ്ററി പോസ്റ്റുകൾ, ഇപ്പൊ റാവൽകോട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഈ ആക്രമണം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ ആക്രമണം ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ത്യ ആദ്യം ഡമ്മി ഫ്ലൈറ്റ് അയക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ ഡമ്മി ഫ്ലൈറ്റ് അയക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ചൈനീസ് ഡിഫൻസ് സിസ്റ്റം ഓൺ ആയിട്ട് 3-4 സ്ഥലത്തുനിന്ന് ചൈനീസ് ഡിഫൻസ് സിസ്റ്റം ഡമ്മി ഫ്ലൈറ്റിനെ അടിക്കും. ഡമ്മി ഫ്ലൈറ്റിനെ അടിക്കുമ്പോൾ ഇന്ത്യക്ക് മനസ്സിലാവും എവിടെയാണ് ഈ ഡിഫൻസ് സിസ്റ്റം ഇരിക്കുന്നത്. എന്നിട്ട് ഇന്ത്യ രണ്ടാമത് ആ ഡിഫൻസ് സിസ്റ്റത്തിലോട്ട് തകർക്കാനാണ് മിസൈൽ അയക്കുന്നത്. അത് ഡമ്മി അയച്ച് കണ്ടെത്തുക ഈ ഡിഫൻസ് സിസ്റ്റം എവിടെയാണ് ഇരിക്കുന്നതെന്ന്, രണ്ടാമത് ഇന്ത്യ മിസൈൽ അയച്ച് ഡിഫൻസ് സിസ്റ്റത്തിനെ തകർത്തിട്ടാണ് നമ്മൾ അകത്തോട്ടേക്ക് കയറണം. കോട്ട തകർത്തിട്ട് അകത്തോട്ട് കയറുന്ന ഒരു സെറ്റപ്പാണ്. അതുപോലെ ഇവന്മാര് ഞങ്ങളുടെ ഇവിടെ താവളം ഇട്ടിട്ടുണ്ട് എന്ന് അവിടുത്തെ പോലീസുകാരെയും മിലിറ്ററിക്കാരെയൊക്കെ അറിയിക്കും. അറിയിച്ചിട്ട് പോലീസ് മിലിറ്ററിക്കാരുമായിട്ട് വലിയ കൊടുക്കുകയൊക്കെ എടുത്ത് വരുമ്പോൾ ഇവന്മാര് ചാവേറായിട്ട് പൊട്ടിത്തെറിക്കുക. അങ്ങനെ കുറെ പോലീസുകാരെ കൊല്ലുക, പട്ടാളക്കാരെ കൊല്ലുക. അതൊക്കെയാണ് ഇവന്മാരുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ടത്. ഇതിപ്പോ പാക് അധീന കശ്മീരിനകത്താണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ഓൾറെഡി ഒരു പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഈ തലവേദന. എന്താണ് ഇതിന്റെ പിന്നിലുള്ള മോട്ടീവ്? നേരത്തെയും ഈ പാക് അധീന കശ്മീരിൽ ഇവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? പാക് അധീന കശ്മീരിലുള്ള ജനങ്ങൾ ഇവര് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ നിന്നും പലായനം ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതിലേക്കാണ് ഞാൻ വിരൽ ചൂണ്ടുന്നത്. കാരണം അങ്ങനെ ഒരുപാട് ലേഖനങ്ങൾ ഇപ്പൊ തന്നെ വന്നിട്ടുണ്ട്. അതിനകത്ത് തീവ്രവാദം ശക്തമായി കഴിഞ്ഞാൽ അവിടെ നിന്ന് ജനങ്ങൾ പലായനം ചെയ്തു പോകുമെന്ന് പറയുന്നു. അങ്ങനെ ഒരു സാധ്യത ഇതിനകത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരുപാട് ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് അവർ ഭീകരരല്ലേ, നമുക്ക് അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. എന്താ തോന്നുന്നു? ഈ വിഷയം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ്. ഇതൊക്കെ മാത്രം നമ്മൾ അനവധിയോട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ധനുഷ് ആദ്യം പറഞ്ഞ ഒരു കാര്യം ചിരി വന്നു പോയി. കാരണം ഈ ഡെമ്മി ഫ്ലൈറ്റ് അയക്കുന്നു, അതിനെ ഇത് ഓണായിട്ട് ഇവർ അടിക്കുന്നു. അപ്പൊ ഇന്ത്യ അത് തകർക്കുന്നു. പിന്നെ അടുത്ത പ്രാവശ്യം എന്ത് പറ്റുന്ന ഇന്ത്യ ഒറിജിനൽ അയച്ചാൽ ഇവന്മാർ അനങ്ങത്തില്ല. ഇവന്മാർ പറയുന്നത് ഡെമ്മിയാണ്. ഈ ഒറിജിനൽ വരുമ്പോൾ നമുക്ക് ഒറിജിനൽ അയക്കാം. അപ്പൊ പറയും ഇല്ല ഡെമ്മിയാണ്, മറ്റേ പുറകിനെ അയക്കത്തുള്ളൂ എന്ന് പറയും. ഇതൊക്കെ ഓഫ് ചെയ്തിട്ടേക്കാൻ പറയും. അല്ലപ്പോ എനിക്കത് ഓർത്തിട്ട ചിരി വന്നു. അപ്പൊ ഏതായാലും ഇത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത സാധനം തന്നെയാണ്. അതായത് താലിബാന്റെ ഒരു പിന്തുണയോട് വർക്ക് ചെയ്യുന്ന ഒരു സംഘടന, ഭീകര സംഘടന തന്നെയാണ്. അത് അങ്ങനെ തന്നെ പറയണം. ഭീകര സംഘടനയാണ് തെഹ്രീക്കെ താലിബാൻ. നമ്മുടെ പാകിസ്ഥാൻ നിരോധിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. അപ്പൊ ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇവർ ശക്തിയുള്ള ഇടം, ഇവരുടെ ലക്ഷ്യം ഇസ്ലാമാബാദാണ്. ഈ ബലൂചിസ്ഥാനെ കണക്കും ഇവർ ബലൂചിസ്ഥാൻ മാത്രം കൊണ്ട് ഒതുങ്ങുന്ന ടീമൊന്നുമല്ല. ഇവർക്ക് പാകിസ്ഥാൻ പിടിക്കണം. കാരണം ഞങ്ങളുടെ സഹോദരങ്ങൾ അപ്പുറത്ത്, താലിബാൻ അപ്പുറത്തുണ്ട്, ഞങ്ങൾക്ക് ഇവിടെ വേണം എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പൊ ഇവരുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഈ വസീറിസ്ഥാൻ അടക്കുന്ന ഖൈബർ പക്തൂൺ മേഖലയാണ്. പക്തൂൺ മേഖലയാണ് ഇവരുടെ ഒരു വലിയ സ്രോതസ് ശക്തികൾ. അതിനോട് ചേർന്ന് വരുന്നത് ബലൂചിസ്ഥാനികളുടെ കയ്യിരിക്കുന്നത്. ബലൂചിസ്ഥാനികളുമായിട്ട് ഇവർക്ക് തർക്കമോ കാര്യങ്ങളൊന്നുമില്ല. അത് അവന്മാരെടുക്കട്ടെ, കുഴപ്പമില്ല എന്നാണ്. അത് വേണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ഇടനാഴിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പിഒക്കെ പിടിച്ചാൽ ഇന്ത്യക്ക് ഒരു ഇടനാഴി കിട്ടിയാൽ അത് നമുക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും. അത് ഖൈബർ ഇടനാഴിയാണ്. അതായത് ഖൈബർ ഇടനാഴി. ഈ ഖൈബർ ഇടനാഴി എന്ന് പറയുമ്പോൾ ഈ പക്തൂൺ മേഖലയുടെ ഇങ്ങേറ്റമാണ്. ഏതാ ഈ കിഴക്ക് ഭാഗം ഉണ്ടല്ലോ, കിഴക്കത്തെ ഒരു ചെറിയ വാല. അപ്പൊ ഈ തെഹ്രീക്കെ താലിബാൻ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചേറ്റാൻ വലിയ പാടൊന്നുമില്ല. അല്ലാതെ അവർ ഞൂണ്ടുപിടിച്ച് വരുമോന്നും വേണ്ട ഇവിടെ. പിന്നെ പാക് അധിനിവേശ കാശ്മീരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏതൊക്കെ ഭീകര സംഘടനകളുടെ താവളം ഉണ്ടെന്ന് അവിടെയുള്ളവർക്ക് പോലും അറിയില്ല. അവിടെ എന്ന് പറഞ്ഞാൽ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു 4-4.5 ലക്ഷം പേര്, 45 ലക്ഷം പേരാണ് ഫുള്ള് അവിടെ ഉള്ളത്, ജനസംഖ്യ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏതാണ്ട് ഒരു 10-15 ഒക്കെ പേര് കാണും ഒരു ജെന്യുവിൻ ആയിട്ടുള്ള. ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രശ്നം, ഇന്ത്യക്ക് വേണമെങ്കിൽ ഇത് ഏത് നിമിഷവും പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പിഒക്കെ. കാരണം പാകിസ്ഥാൻ വലിയ എതിർപ്പൊന്നും അവർ പ്രകടിപ്പിക്കത്തില്ല. കാരണം ഇത് പാകിസ്ഥാന്റെ അല്ല, അവിടുത്തെ ഈ പബ്ലിക്കിന്റെ, പാകിസ്ഥാനി പീപ്പിൾസിന്റെ ഒരു റിയാക്ഷനെ കാണുമ്പോൾ അവർ പറയും എന്തിനാണ് ഈ കാശ്മീരി പിടിച്ചു വെക്കുന്നത്, നമുക്ക് തന്നെ ജീവിക്കാൻ ഗതിയില്ല, പിന്നെ കാശ്മീരി ഇട്ടിട്ട് എന്ത് കിട്ടാനാണെന്ന് പറയും. പിന്നെ ചില പ്രാന്തന്മാർ പറയും മതപരമായിട്ട് അവർക്ക് ഉള്ള സ്വാതന്ത്ര്യം അതിവിടെ കിട്ടട്ടെ, അതുകൊണ്ടാണ് നമ്മൾ അവരെ വിളക്കുന്നത്. അപ്പം ഈ പാക് അധിനിവേശ കാശ്മീർ ഇതാണ് അവിടുത്തെ ഒരു ഇഷ്യൂ. ഇന്ത്യ മടിച്ചു നിൽക്കുന്നതിന് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു ഫിൽട്രേഷൻ നടക്കണം. മനുഷ്യൻ നേരത്തെ സൂചിപ്പിച്ചത് കണക്ക്
ഇതിനകത്ത് കുറെ തീവ്രവാദികളും തീവ്ര ചിന്താഗതിക്കാരും ഒക്കെ ഉണ്ട്. ഇവരെ കൂടെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അവരെ നമ്മൾ എങ്ങനെ കണ്ടെത്തും? വീട് വീടാന്തരം കയറിപ്പോയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റില്ല. പകരം എന്താണ്, ഒരു ഫിൽട്രേഷൻ നടക്കണം. ഫിൽട്രേഷൻ എങ്ങനെ നടക്കും? ഫിൽട്രേഷൻ നടക്കുന്നത് ഇതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ പാക് നിവേശ കാശ്മീരിൽ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ പാക് സൈന്യവും അവിടെ ശ്രദ്ധ പതിപ്പിക്കും. അങ്ങനെ നിരന്തരം അക്രമങ്ങളും കാര്യങ്ങളും ആകുമ്പോൾ സ്വാഭാവികമായി അവിടുന്ന് കുറെ പേർ പലായനം ചെയ്യും. പലായനം ചെയ്ത് രണ്ടിടത്തേക്കും പലായനം ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ തീവ്രവാദികളായിട്ടുള്ളവർ, കാരണം ഇന്ത്യൻ സൈഡും വളരെ സെക്യൂരിറ്റി ടൈറ്റ് ആയിരിക്കും, അപ്പൊ കൂടുതൽ ആയിട്ടുള്ളവർ പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്യാം, ഇല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഒരു രണ്ടായിട്ട് സ്പ്ലിറ്റിന്റെ വക്കത്തേക്ക് ഇത് എത്തും. കാരണം ഭീകരന്മാരുടേതായിരിക്കും. ഇതിപ്പോ തെഹ്രീക്ക് താലിബാനല്ലേ അവിടെ വന്നുള്ളൂ. ജെയ്ഷെ മുഹമ്മദ് ഉണ്ട്, ലഷ്കർ എ തോയ്ബ ഉണ്ട്, ISIS ഉണ്ട്, ഇവരുടെ ഒക്കെ കേന്ദ്രങ്ങളും ഉണ്ട് ഈ പാക് നിവാസ കാശ്മീർ. ഇവരെല്ലാം തമ്മിൽ കണ്ടാൽ അടിയാ. ഈ ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി വന്നു കഴിയുമ്പോഴത്തേനും അത് ഏതാണ്ട് ഒരു പ്യുവർ ആയിട്ടുള്ള, അവിടെ ജെനുവിൻ ആയിട്ടുള്ള, അവർക്ക് എങ്ങും പോകാൻ ഗതിയിലല്ലാത്ത സാധാരണപ്പെട്ടവരായിട്ടുള്ള കുറച്ച് വിഭാഗം അവിടെ ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ അധികം വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. നമ്മൾ ഗാലറിയിൽ ഇരിക്കുക. നമ്മുടെ അമിത്ഷാ പറഞ്ഞതുപോലെ, രാജ്നാഥ് സിംഗ് പറഞ്ഞതുപോലെ, ഇത് അവരിങ്ങോട്ട് കൊണ്ട് തരും. ഒരു രക്തം പോലും ചിന്ത, അതെ എടുത്തോ, വാ, ഞങ്ങൾ നിങ്ങളോട് മതി, ഞങ്ങൾക്ക് മതിയായി. അപ്പൊ അതിലെ ഒരു നല്ല ഭാഗം അവിടുന്ന് പോകും. ഇല്ല തന്നെ അവിടെയുള്ള ജനത്തിന്റെ ഭൂരിപക്ഷവും ഇന്ത്യയോട് ചേരില്ല. അവർ ഈ ഗിൽജിത്തിലും ബാൾട്ടിസ്ഥാനിലും ഒക്കെ മുമ്പ് ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് മാറി പാക് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ നാടായി അത് മാറുകയുണ്ടായി. അപ്പം അവിടുന്നൊക്കെ വരും ആള്. ഇത് വലിയത്. എന്നാൽ ആ വരുന്നതിനകത്ത് കുറെ ടീമുകൾ ഇങ്ങനെയുള്ളത് ഉണ്ടാകും. പക്ഷെ ഇന്ത്യയുടെ ഈ ഒരു അടി ഇപ്പൊ നടത്തി ഓപ്പറേഷൻ സിന്ദൂരോട് കൂടി തന്നെ ഈ തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരുടെ മനസ്സിലൊരു ഭയം ജനിച്ചിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുള്ളവരുടെ. കാരണം അവന്മാർ നമ്മൾ വിചാരിച്ചതുപോലെയല്ല. നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ കൂടെ തീർക്കും. എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് എന്നൊരു ചിന്തയുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇത്രയും ദിവസമായല്ലോ അവരുടെ ഭീകരതാവളങ്ങളും അവരുടെ ഭീകര നേതാക്കളും ഉൾപ്പെടെ വന്നിട്ട് ഒരു ചെറിയ വിരലനക്കാൻ അവന്മാർക്ക് കഴിഞ്ഞില്ലല്ലോ. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് പാക് സർക്കാർ തന്നെ അല്ലേ സ്പോൺസർഷിപ്പ്. ഭീകരന്മാർ അവരുടെ ഇഷ്ടത്തിനാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അവർ പ്രതികാരം ചെയ്യേണ്ടതില്ല. ഭീകരന്മാർ അങ്ങനെയാണല്ലോ, പ്രതികാരത്തിനാണല്ലോ അവർ ഇറങ്ങിത്തിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ പ്രതികാരം ചെയ്യുന്നില്ല? അപ്പൊ പാകിസ്ഥാൻ സർക്കാർ നിയന്ത്രിക്കുന്ന ഭീകരരായിട്ടാണ് അവർ പ്രതികാരം ചെയ്യാത്തത്. പാകിസ്ഥാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത്, പണി കിട്ടുന്നത് ഞങ്ങൾക്കാണെന്ന്. അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇല്ലെങ്കിൽ അവർ ചെയ്യേണ്ടതല്ലേ? ലഷ്കർ എ തോയ്ബയുടെ ആസ്ഥാന മന്ദിരമല്ലേ അടിച്ചു തകർത്തത്. ബാക്കിയുള്ള ഇതിന്റെ 100 കണക്ക് 170 ഭീകരർ മരിച്ചു എന്നാണ് ഇപ്പൊ പറയുന്നത്, കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ആക്രമിക്കാത്തത് വെച്ചാൽ അവർക്ക് നല്ല ഭയമുണ്ട്. പാകിസ്ഥാനാണ് അതിന് പിന്നിൽ. അവർ സ്വതന്ത്രമായ ഒരു ഭീകര സംഘടനയാണെങ്കിൽ അവർ ആക്രമിക്കുന്നതാണ്. അവർ ആക്രമിക്കാൻ വരുന്നില്ല. അപ്പോ ഇപ്പോൾ പൊതുവെ ശാന്തമായിരുന്ന തീവ്രവാദികളുടെ സ്കൂളുകൾ പ്രവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ തീവ്രവാദി ട്രെയിനിങ് സെന്ററുകൾ പ്രവർത്തിച്ചിരുന്ന പാക് നിവേശ കാശ്മീരിലേക്ക് തെഹ്രീക്ക് താലിബാൻ എത്തുന്നതോടുകൂടി പാകിസ്ഥാന്റെ അവശേഷിക്കുന്ന തുരുത്തും അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാൻ പോകുന്ന ഭാഗമാണ്. ഇനി ഇവിടെ ഇന്ത്യക്ക് എന്താ റോളെന്ന് വെച്ചാൽ, നിലവിൽ ഇന്ത്യക്ക് ഒരു റോളും അവിടെ ഇല്ല. കാരണം പാക് നിവേശ കാശ്മീരിൽ ഈ തെഹ്രീക്ക് താലിബാൻ ബോംബ് പൊട്ടിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അതല്ലാതെ ഇന്ത്യക്ക് അവരൊരു തലവേദന ഒരിക്കലും ഈ തെഹ്രീക്ക് താലിബാൻ നിലവിൽ ചെയ്യില്ല. ഭാവിയിൽ ചെയ്യുമോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ പറ്റും. നിലവിൽ പ്രസന്റ് കണ്ടീഷനിൽ അത് ചെയ്യില്ല. ഒപ്പം തന്നെ ബലൂചിസ്ഥാനിൽ നമുക്ക് എടുക്കാത്തില്ല. അങ്ങനെ ഇത് ഒരു സംഘർഷാത്മകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോവുകയാണ് എങ്കിൽ സ്വാഭാവികമായി തന്നെ ഒരു ഫിൽട്രേഷൻ അവിടെ നടക്കും. ഇല്ലാത്തരം നമ്മളൊരു ഫിൽട്രേഷൻ കാണുന്നുണ്ട്. ഇന്ത്യ ഇപ്പോൾ അവിടെ അതിന് POK നമ്മൾ പിടിച്ചെടുക്കുകയാണെങ്കിലും ഒരു ഫിൽട്രേഷൻ നടക്കും. കുറച്ച് പേരൊന്നും ഇന്ത്യയോട് ചേരാൻ തയ്യാറാകാതെ അവർ പാകിസ്ഥാനിലേക്ക് പോകും. ബാക്കി കുറച്ച് പേർ മാത്രമേ നിൽക്കൂ. അത് തന്നെയല്ല, ഇന്ത്യയെക്കുറിച്ചൊരു നല്ല ഭയം ഇപ്പോൾ തന്നെ ജനിച്ചിട്ടുണ്ട്. കാരണം ഭീകരവാദം കൊണ്ടുപോയി അവന്മാർ കുടുംബം പോലും വെച്ചേക്കില്ല. കാശ്മീരിലടക്കം പലരുടെയും വീട് തകർക്കുന്ന ഒരു നിലയിലേക്ക് പോയി. അപ്പം ആ ഒരു ഇത് ഇന്നല്ലെങ്കിൽ നാളെ പൊക്കും, ഇല്ല പിടികൂടും എന്നൊരു അവസ്ഥ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവര് ആ പരിപാടിയിലേക്ക് നീങ്ങില്ല എന്ന് തന്നെ കരുതാം. കാരണം സാധാരണ ജനത്തിന് തീവ്രവാദത്തോട് താല്പര്യമില്ല. പിന്നെ 10 പൈസ കിട്ടുന്ന വല്ല ഇടപാടാണല്ലോ എന്ന് കരുതിയിട്ടാണ് പോകുന്നത്. കാരണം ഇവർ വലിയ പൈസ കൊടുക്കും തീവ്രവാദികൾ ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ. അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുഭൂരിപക്ഷം പേരും പോകുന്നത്. അല്ലാതെ അവരുടെ ഉള്ളിൽ ചിന്തകളൊന്നുമില്ല. പിന്നെ മറ്റുള്ളവർക്ക് ചിന്തയുണ്ട്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ നടക്കുന്നത് ശുഭകരമായ ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ കരുതാം. നാളെ ഒരു പക്ഷേ ഒരു 6 മാസത്തിന് ശേഷമോ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷമോ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ POK ഒക്കെ പിടിച്ചതിന് ശേഷമോ ഒക്കെ നമ്മളുടെ ഈ ചർച്ച മാറും. അന്ന് നമ്മുടെ ഒരു പ്രധാന ശത്രുവായിട്ട് തെഹ്രീക്ക് താലിബാൻ ആയിരിക്കും ഉണ്ടാകുക. ഇപ്പം നമ്മൾ അങ്ങനെയല്ല. ഇപ്പം അവർ നമുക്കൊരു ശല്യവും ചെയ്യുന്നില്ല. അവരുടെ ലക്ഷ്യം പാക് സൈന്യവും പാകിസ്ഥാനുമാണ്. ഇപ്പം നിലവിലല്ല. പിന്നെ ഇവിടെ വേണമെങ്കിൽ വേറൊരു കാര്യം ചിന്തിക്കാം. നമ്മുടെ സർക്കാർ ചെയ്തെന്നോ ചെയ്യുമെന്നോ അല്ല ഞാൻ പറയുന്നത്. നമ്മൾ അഫ്ഗാനിസ്ഥാനും തമ്മിൽ ഭയങ്കര അടുത്ത ബന്ധമാണ് താലിബാനുമായിട്ട്. ബന്ധം എന്ന് പറഞ്ഞാൽ ചെറിയ ബന്ധമല്ല, വലിയ അടുത്ത ബന്ധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ദോഷേക ദൃക്കുകൾക്ക്, വിമർശകർക്ക്, ഇല്ലെങ്കിൽ ഇന്ത്യയെ വിമർശിക്കുന്നവർക്ക് വേണമെങ്കിൽ പറയാം, താലിബാനായിട്ടുള്ള ചങ്ങാത്തം മൂലം താലിബാൻ ഇളക്കി വിട്ടതാണ് ഇവന്മാരെ എന്ന് വേണമെങ്കിൽ പറയാം. പാകിസ്ഥാന് വേണമെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനെ അവർ പറയും.
ഇതിപ്പോ ഇന്ത്യ താലിബാനെ ബാക്ക് ചെയ്യുന്നുണ്ട്, താലിബാനാണ് ഇപ്പൊ പറയുന്നത് തൈരേക്ക് താലിബാനോട് പോയി അടി, അങ്ങനെയും വേണം ചിന്തിക്കാം. ഇത് നമ്മുടെ രാജ്യം സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്ന കാര്യമല്ല അത്. എങ്കിൽ പോലും നമ്മൾ പറയുകയാണ്, ഗസ് ചെയ്യുകയാണ്, അങ്ങനെ പറയാം. അങ്ങനെയാണല്ലോ പാകിസ്ഥാൻ സ്ഥിരം പറയുന്നത്. ബലൂചിസ്ഥാന് പിന്നിൽ അവരാണ്. ആരോപിക്കാമെന്നല്ല, ആരോപിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ നിരന്തരം. ഞങ്ങളുടെ രാജ്യത്തെ ടെററിസം മുഴുവൻ നടത്തുന്നത് ഇന്ത്യയാണ്. ഈ ലോകത്തിന് മുമ്പിൽ പറയാം, നമ്മൾ അവരുടെ രാജ്യത്തല്ല പറയുന്നത്. UN പോയി ഈ അടുത്തും പറഞ്ഞില്ലേ, ഞങ്ങളുടെ രാജ്യത്തെ പ്രസിഡന്റ് മുഴുവൻ ഇന്ത്യയാണ് ഇതിനുവേണ്ടി പണം കൊടുക്കുന്നത്, ആയുധം കൊടുക്കുന്നത്, ഇന്ത്യയാണ് തീവ്രവാദം വളർത്തുന്നതെന്നാണ് അവർ പറയുന്നത്. നമുക്കിപ്പോൾ തീവ്രവാദം വളർത്തിയിട്ട് നമുക്ക് ഒരു കാര്യവും നേടാനില്ല. നമുക്ക് അങ്ങനെ ഒരു മതരാജ്യം എങ്ങും വേണ്ട. നമ്മുടെ രാജ്യം പോലും ഒരു മതരാജ്യമല്ല. അപ്പൊ പിന്നെ നമുക്ക് അതിനകത്ത് വേണ്ട കാര്യമില്ല. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ നടത്തേണ്ട കാര്യവുമില്ല. വേണമെങ്കിൽ പാകിസ്ഥാൻ ഇത് ആരോപിക്കാനൊന്നുമില്ല. ഓൾറെഡി തെഹ്രീക്ക് താലിബാൻ നിരോധിച്ചിരിക്കുന്ന സംഘടനയാണ്. അവരിപ്പോ അവിടെ ഒരു ഏരിയ കൂട്ടി, ഇപ്പോൾ അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ വാർത്ത കാണേണ്ടത്. അവരുടെ ഏരിയ അവർ കൂട്ടി. അവര് പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് കടന്ന് വന്ന് കിഴക്കൻ മേഖല വന്ന് മുട്ടി. ഇനി മുട്ടാൻ വേറെ ഒന്നുമില്ല. അപ്പൊ ആ ഒരു ഏരിയ കംപ്ലീറ്റ് അവരുടെ കയ്യിലായി. ബലൂചിസ്ഥാൻ മേഖല ഏതാണ്ട് അവരുടെ കയ്യിലായി. ഇപ്പൊ ആകെ അവശേഷിക്കുന്ന കറാച്ചിയും ഇസ്ലാമാബാദും ലാഹോറും ഒക്കെ അടങ്ങുന്ന സിന്ധ്, പഞ്ചാബ് ആ പ്രദേശങ്ങൾ മാത്രമാണ് ഇനി ആകെ അവശേഷിക്കുന്നത്. അവിടെയും ഇപ്പൊ പ്രക്ഷോഭങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നെ അക്രമത്തിലേക്ക് തിരിഞ്ഞിട്ടില്ല. അവിടെ മറ്റേ കനാൽ പദ്ധതി, നമ്മുടെ ഇവരുടെ സർദാരിയുടെ മോളെ പാകിസ്ഥാൻ പ്രസിഡന്റ് സർദാരിയുടെ എന്തോ ആസിഫ ഭൂട്ടോ വണ്ടിയൊക്കെ തടഞ്ഞ് തല്ലിപ്പൊളിക്കുകയൊക്കെ ചെയ്തു. ഒരു കനാൽ പദ്ധതിയുടെ പേരിലായിരുന്നു. അപ്പൊ അവിടെയും ഇഷ്യൂസുകളൊക്കെ ഉണ്ട്. അതിന്നല്ലെങ്കിൽ നാളെ അതും പുകയും. അപ്പൊ ഇതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് നിലയില്ല, എന്ത് ചെയ്യണം എന്നറിയില്ല. അവിടുത്തെ ജനത്തിന് അവിടുത്തെ സൈന്യത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അതിനകത്ത് പല ജനങ്ങളും അവിടുത്തെ ആൾക്കാരുടെ ഈ റിയാക്ഷൻ കാണുമ്പോൾ അവർ ചോദിക്കുന്നത്, പിന്നെ എന്താണ് ഇവന്മാർ മേടിച്ച് വെച്ചിരിക്കുന്നതൊക്കെ പറയുന്നത്. അത് മേടിച്ച് വെച്ചിട്ടുണ്ട്, ഇത് മേടിച്ച് വെച്ചിട്ടുണ്ട്, എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്, മറ്റേതുകൊണ്ട് മറിച്ചുകൊണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഒന്നും കണ്ടില്ലല്ലോ. ആണവായുധം കൊണ്ട് ആറ്റം ബോംബ് ഉണ്ടെന്ന് അതെങ്കിലും കണ്ടില്ലല്ലോ എന്നാണ് ചോദിക്കുന്നത്. അവരെല്ലാം പറയുന്ന ഒറ്റ കാര്യമാണ്, ഇന്ത്യ ഞങ്ങളെക്കാൾ വളരെ മുമ്പിലാണ്, അവർ ശക്തമായ രാജ്യമാണ് എന്നാ പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യം ആങ്കർ ചോദിക്കുന്നുണ്ട് ആ ജനങ്ങളോട്, നിങ്ങൾക്ക് കാശ്മീർ വേണം. അപ്പൊ അവർ എന്തിനാണ് കാശ്മീർ പിടിച്ചു വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? സ്വന്തം ജനത്തിന് കൊടുക്കാൻ പോലുള്ളതില്ല, പിന്നെ ആ കാശ്മീരോട് കിട്ടി എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുന്ന ഒരു ജനമാണ്. എന്തായാലും പാക് അധിനിവേശ കാശ്മീരിൽ ഇപ്പോൾ നടക്കുന്ന നീക്കം നമ്മളെ സംബന്ധിച്ച് ശുഭദായകമാണ്. അതിനൊരു നല്ലൊരു പര്യവസാനത്തിലേക്ക് നമ്മൾ എത്തും. ഇനി ഞാനൊരു കാര്യം കൂടെ ഇതിനകത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ വലിയ ഒരു സന്യാസി, ശ്രേഷ്ഠ ചിത്രകൂടിലെ സന്യാസി വര്യൻ, മഠത്തിന്റെ അധിപൻ, നമ്മളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിന് കണ്ണ് കാണില്ല. വളരെ നരേന്ദ്രമോദിയൊക്കെ എപ്പോഴും അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ അനുഗ്രഹം വാങ്ങുകയൊക്കെ ചെയ്യുന്ന പേര് ഞാൻ ഓർക്കുന്നില്ല. ആ സ്വാമിയെ കാണാൻ നമ്മുടെ കരസേനാ മേധാവി എത്തിയിരുന്നു. ചിത്രകൂടി പോയിരുന്നു അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഒറ്റ കാര്യമാണ് ആവശ്യപ്പെട്ടത്. അതിനെക്കുറിച്ച് കരസേനാ മേധാവി പറയുന്നത്, അദ്ദേഹം എനിക്ക് ലങ്കയിൽ പോയിട്ട് സീതയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ഹനുമാന് നൽകിയ ഒരു മന്ത്രമുണ്ടായിരുന്നു. ആ മന്ത്രം എനിക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട്. പകരം അദ്ദേഹം ഗുരുദക്ഷിണയായിട്ട് ഒരു കാര്യമേ ചോദിച്ചുള്ളൂ, അത് പാക് അധിനിവേശ കാശ്മീരാണ്. ഇന്നത്തെ വാർത്ത ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തയാണ്. നമ്മുടെ ആ ഫോട്ടോയുണ്ട് സ്വാമിയായിട്ട് നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം, ഗുരുദക്ഷിണ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ. ദക്ഷിണ ഗുരു ആവശ്യപ്പെടുന്ന ദക്ഷിണയാണ്, അത് കൊടുക്കാൻ ശിഷ്യൻ ബാധ്യസ്ഥനുമാണ്. അതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം, എന്റെ ഗുരു എനിക്ക് ആ മന്ത്രദീക്ഷ തന്നതിന് ശേഷം, ആ മന്ത്രം എനിക്ക് ഓതി തന്നതിന് ശേഷം, അതായത് സീതയെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി രാമൻ ഹനുമാൻ നൽകിയ മന്ത്രം എനിക്ക് ഓതി തന്നതിന് ശേഷം അദ്ദേഹം എന്നോട് ചോദിച്ചു, എനിക്ക് എന്റെ ഗുരുദക്ഷിണ തരുമെന്ന് ചോദിച്ചു. എന്താണ് ഗുരുദക്ഷിണ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാക് അധിനിവേശ കാശ്മീരാണ് എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം എന്താണ്? വളരെ ക്ലിയർ അല്ലേ? ഞങ്ങൾ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു, എന്റെ ഗുരുവിന് എനിക്ക് ദക്ഷിണ കൊടുക്കാൻ സമയമായിരിക്കുന്നു. പാക് അധിനിവേശ കാശ്മീർ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വെച്ച് നമസ്കരിക്കാൻ സമയമായിരിക്കുന്നു എന്നല്ലേ കരസേനാ മേധാവി പറഞ്ഞതിന്റെ അർത്ഥം. അതല്ലാതെ ഇപ്പം സ്വർണം ചോദിച്ചെന്നോ പണം ചോദിച്ചെന്നൊക്കെ പറഞ്ഞ വേറൊരു ഗുരുദക്ഷിണയാണ്. ഇത് അതല്ലല്ലോ ചോദിച്ചു. ഗുരു എന്ത് ചോദിച്ചാലും കൊടുക്കണമെന്നാണ് ഗുരുദക്ഷിണയായിട്ട്. ഏകലവ്യന്റെ കഥ അറിയാമല്ലോ, വിരല് മുറിച്ച് മേടിച്ച കഥ അറിയാമല്ലോ. അതുകൊണ്ട് എന്ത് ചോദിച്ചാലും അത് കൊടുക്കണം എന്നുള്ളതാണല്ലോ ഗുരുദക്ഷിണയുടെ അർത്ഥം. അപ്പൊ ഇതാണ് ഗുരു ചോദിച്ചിരിക്കുന്നത്. കരസേനാ മേധാവി പബ്ലിക്കായിട്ട് പറയുകയാണ്, ഇതാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് കൊടുക്കണ്ടേ അദ്ദേഹം അത് കൊടുക്കാൻ പോകുമ്പോൾ ഈ 140 കോടി ജനം അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട്. ഒരു രാജ്യം ഫുള്ളുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ ഒരു പവർ ഇപ്പൊ പലരും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്താണ് നമ്മളെന്നുള്ളത്. പലരും കരുതിയത് നമ്മളിപ്പോ ഒരു യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കും, പലരും വാർത്ത ചമയ്ക്കും, ഇന്ത്യ തകർന്നു, ഇന്ത്യയുടെ ഫ്ലൈറ്റ് തകർന്നു, ഇന്ത്യ നശിച്ചു, ഇന്ത്യ എന്തിനു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പലരും ചെയ്യും. ഇത് കണ്ട് ജനം ഇളകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട്. ഇനിയുള്ളൊരു കാലത്ത് അത് ഉണ്ടായില്ല. കട്ട ദേശീയത, എനിക്ക് തോന്നുന്നു ഇസ്രയേലിനെ പോലെ തന്നെ കട്ട ദേശീയതയുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ഒരു ശക്തി, കരുത്ത്. അപ്പോൾ പാക് അധിനിവേശ കാശ്മീർ ഉടനെ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ കരസേനാ മേധാവിയുടെ വാക്കുകൂടി നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.